അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ദുറൂസ് എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നോക്കാം. നുവഫിഖു. ഇന്നൽ ഫിക്ര, നിശ്ചയം, ചിന്ത എന്നത് മിഫ്താഹുൽ ഉലൂം, വിജ്ഞാനത്തിൻ്റെ താക്കോലാണ്. അപ്പോൾ അവിടെ മിഫ്താഹുൽ ഉലൂം എന്നുള്ളതാണ് അതിന് നേരെ എഴുതാനുള്ളത്. ഇനി അടുത്തത് മല്ലം യതഫക്കർ, ഒരാൾ ചിന്തിക്കുന്നില്ലെങ്കിൽ, ഹുവ കൽ അൻആമി, അവൻ മൃഗത്തെ പോലെയാണ്. അടുത്തത് അന്നമൻ അറഫ നഫ്സഹു, ഒരാൾ തൻ്റെ ശരീരത്തെ അറിഞ്ഞാൽ, അറഫ റബ്ബഹു, അവൻ അവൻ്റെ റബ്ബിനെ അറിഞ്ഞു. അപ്പോൾ അതാണ് അവിടെ ശരിയായത് എഴുതാനുള്ളത്. ഇനി അടുത്തത് തഫക്കർ സാഅത്തുൻ, ഒരു മണിക്കൂർ ചിന്തിക്കുക എന്നത് ഖൈറു മിൻ ഇബാദത്തി സന, ഒരു വർഷം ആരാധിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഇനി അടുത്തത് ഖൗലുൽ മുൽഹിദി, നിരീശ്വരവാദിയുടെ വാദം, ലാ ഖാലിഖ കുല്ലു ഷൈഇൻ യതകവ്വനു തബഗിയൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം സൃഷ്ടാവില്ല, എല്ലാ വസ്തുക്കളും പ്രകൃതിയാൽ ഉണ്ടാകുന്നു. അതാണ് നിരീശ്വരവാദിയുടെ വാദം. ഇനി അൽ ആസാറു, അടയാളങ്ങൾ, തദുല്ലു അല മുഅസ്സിരിൻ, അടയാളപ്പെടുത്തിയവനെ അറിയിക്കുന്നു. അടുത്തത് അൽ മഖ്ലൂഖാത്തു തദുല്ലു, സൃഷ്ടികൾ അറിയിക്കുന്നു, അലൽ ഖാലിഖി, സൃഷ്ടാവിനെ. ഇനി അടുത്തത് അശ്ശുക്രു ഖുൽഖുൻ, നന്ദി എന്ന സ്വഭാവം, മിൻ അഖ്ലാഖി റുബൂബിയ്യത്തി, ദൈവികമായ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ഇനി അടുത്തത് നിഅമത്തുല്ലാഹി അലൈന അക്സറുൻ, അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അധികമാണ്, മിൻ അൻ തുഹ്സ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ. അപ്പോൾ അതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി അടുത്തത് തസ്ദാദു നിഅമു, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും, ബിശുക്രി, നന്ദി ചെയ്യൽ കൊണ്ട്. ഇനി അടുത്തത് യൻഖുസു വ തൻഅദിമു നിഅമ, അനുഗ്രഹങ്ങൾ കുറയുകയും ഇല്ലാതാവുകയും ചെയ്യും, ബിൽ കുഫ്റാനി, നന്ദികേട് കൊണ്ട്. ഇനി അടുത്തത് ഇൻഫാഖുൽ മാലി ഫിൽ ഖൈരി, നന്മയിൽ സമ്പത്ത് ചെലവഴിക്കുന്നത് ശുക്റുൻ, നന്ദിയാണ്. ഇൻഫാഖുൽ മാലി ഫി ഷർരി, അപ്പോൾ തിന്മയിൽ സമ്പത്ത് ചെലവഴിക്കുന്നത് കുഫ്റാനുൻ, അത് നന്ദികേടാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം. അൽ ആയാത്തു വൽ അഹദീഥു, ആയത്തുകളും ഹദീസുകളും. ഒന്നാമത്തത് തഫക്കറു ഫി ഖൽഖില്ലാഹി വല തഫക്കറു ഫി ദാത്തില്ലാഹ്, അതിൻ്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കൂ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ചിന്തിക്കരുത്. അടുത്തത് ഇന്ന റബ്ബന ലഅഫൂറുൻ ഷക്കൂർ, നിശ്ചയം നമ്മുടെ നാഥൻ ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ്. ഇനി അടുത്തത് വ ഇൻ തഉദ്ദു നിഅമത്തുല്ലാഹി ലാ തഹ്സൂഹ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താനാകില്ല. ഇനി അടുത്തത് ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹങ്ങൾ ഞാൻ വർദ്ധിപ്പിച്ചു തരും. അടുത്തത് ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി റജുലിൻ കൈഫ അസ്ബഹതു ഖാല ബിഖൈരിൻ ഫഅആദ النبي السؤال حتى قال في الثالثة بخير أحمد الله وأشكره فقال هذا الذي أردت منك. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളോട് ചോദിച്ചു, എന്തുണ്ട് വിശേഷം? അദ്ദേഹം പറഞ്ഞു, നല്ലത്. നബിതകൾ ചോദ്യം ആവർത്തിച്ചു. മൂന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് വരേക്കും സുഖമായിരിക്കുന്നു, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ആ ഒരു വാക്ക് പറയുന്നത് വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഖമാണോ എന്നുള്ള ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി അടുത്തത് വ അക്സറുന്നാസി ലാ യഷ്കുറൂൻ, ജനങ്ങളിൽ അധിക പേരും നന്ദിയില്ലാത്തവരാണ്. വ ഖലീലും മിൻ ഇബാദി ഷക്കൂർ,
എൻ്റെ അടിമകളിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നന്ദി ചെയ്യുന്നത്. ഇനി അടുത്തത് വഹുവ അർഹമുർ റഹീമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ പരമ കാരുണ്യവാനാണ്. ഇനി അടുത്ത ഭാഗം വഫിഖ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് നോക്കാം. മൻ യുഹിബ്ബു ഉസ്താദുഹു, ഒരാൾ തൻ്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു. ലി കൗനിഹി മുർഷിദൻ വഹാദിൻ ഇലാ ഖൈർ, മാർഗദർശനം നൽകിയത് കാരണവും നന്മയിലേക്ക് നയിക്കുന്നത് കൊണ്ടും. ഇനി അടുത്തത്, അപ്പോൾ അതാണ് അതിൻ്റെ നേരെ എഴുതാനുള്ളത്. ഇനി അടുത്തത് മൻ യുഹിബ്ബു സൗജതുഹ, ഒരാൾ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാ? ലി കൗനിഹ സബബൻ ലി ഗിഫത്തിഹി, തൻ്റെ ചാരിത്ര ശുദ്ധിക്ക് കാരണമായതിനാൽ. ഇനി അടുത്തത് മൻ യുഹിബ്ബു സ്വദീഖഹു, ഒരാൾ തൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നു. അതിന് കാരണം എന്താ? ലി കൗനിഹി മുഅ്മിനൻ സ്വാലിഹൻ, അവൻ നല്ലവനായ വിശ്വാസി ആയതിനാൽ. ഇനി അടുത്തത് യർഹമുൽ ഖവിയ്യു, അതിൻ്റെ ലഗീഫ്. അപ്പം യർഹമുൽ ഖവിയ്യു എന്നുള്ളതിൻ്റെ അർത്ഥം ശക്തിയുള്ളവൻ കരുണ കാണിക്കണം. അൽ ലഗീഫ് ആരോട്? ബലഹീനനോട്. ഇനി അടുത്തത് നോക്കാം. യർഹമുൽ കബീറു, വലിയവൻ കരുണ കാണിക്കണം. അസ്സഗീറു, ചെറിയവനോട്. യർഹമുൽ മുഅല്ലിമു, ഉസ്താദ് കരുണ കാണിക്കണം. അത്തിൽമീദു, വിദ്യാർത്ഥിയോട്. യർഹമു ത്വീബു, ഡോക്ടർ കരുണ കാണിക്കണം. അൽ മരീദു, രോഗിയോട്. യർഹമു റബ്ബുൽ അമലി, മുതലാളി കരുണ ചെയ്യണം. അൽ ആമിലു, തൊഴിലാളിയോട്. യർഹമു താജിറു, കച്ചവടക്കാരൻ കരുണ ചെയ്യണം. അൽ മുഷ്തരി, വാങ്ങുന്നവനോട്. മിൻ ശുക്രിൽ ഐനി, കണ്ണിൻ്റെ നന്ദിയിൽപ്പെട്ടതാണ്. അൻ നദുറു ഇലൽ മുസ്ഹഫി, ഖുർആനിലേക്ക് നോക്കൽ. മിൻ ശുക്രിൽ ഉദനി, ചെവിയുടെ നന്ദിയിൽപ്പെട്ടതാണ്. സമാഉൽ ഖുർആനു, ഖുർആൻ ശ്രവിക്കൽ. മിൻ ശുക്രിൽ ലിസാനി, നാവിൻ്റെ നന്ദിയിൽപ്പെട്ടതാണ്. അൽ അംറു ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കൽ. മിൻ ശുക്രി റിജിൽ, കാലിൻ്റെ നന്ദിയിൽപ്പെട്ടതാണ്. അൽ മഷ്യു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നടന്നു പോകൽ. ഇനി നുബയ്യിനു ദലീലു എന്നുള്ളതാണ് നോക്കാനുള്ളത്. അശുക്രു ഹുൽക്കു മിൻ അഖ്ലാഖി റുബൂബിയത്തി, നന്ദി ദൈവികമായ സ്വഭാവങ്ങളിൽ പെട്ട സ്വഭാവമാണ്. ഇന്ന റബ്ബന ലഅഫൂറുൻ ഷക്കൂർ, അപ്പം അതിൻ്റെ ഒരു തെളിവാണ് ഇത്. നിശ്ചയം നമ്മുടെ നാഥൻ എൻ്റെ ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ്. ഇനി അടുത്തത് വ നിഅമത്തുല്ലാഹി അലൈന ഉക്സറും മിൻ അൻ തഹ്സ, അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതാണ്. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് ഇത്. വൈൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തഹ്സുഹ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനാകില്ല. ഇനി മൂന്നാമത്തത് തസ്ദാദു നിഅമു ബിശുക്രി, നന്ദി ചെയ്യൽ കൊണ്ട് അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. അപ്പം അതിൻ്റെ തെളിവാണിത്. ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നാം വർദ്ധിപ്പിച്ചു തരും. ഇനി അടുത്ത ഭാഗം ഒന്ന് നോക്കാം. തർജിം. ഇന്നമാ യഗ്രിഫു ഖദ്റൽ ഐനി ഫാഖിദുഹ, അപ്പം അതിൻ്റെ അർത്ഥം എഴുതാനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ണിൻ്റെ വില മനസ്സിലാകുന്നത് അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. പിന്നെ അടുത്തത് ലഖദ് ഹാദൽ കൽബു മിനൽ അത്വശി മിത്ലല്ലദീ കാന ഖദ് ബലഅ മിന്നി, അപ്പം അതിൻ്റെ അർത്ഥം നേരത്തെ എനിക്കുള്ളതുപോലുള്ള ദാഹം ഈ നായക്കുമുണ്ടായിരിക്കുന്നു. ഇനി അൽ മഹബ്ബത്തു ലി ഹദ്ദിൻ ആയിലിൻ ഫി ദുനിയ ലൈസ മഹബ്ബത ഫില്ലാ, ദുനിയാവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമല്ല. ഇനി അവസാനത്തത് അൽ മുഹിബ്ബു ഫില്ലാഹി ലാ ബുദ്ദ അൻ യകൂന മുബഗിളൻ ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഷ്യം വെക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഷ്യം വെക്കാനും സാധിക്കണം. ഇനി അജീബ്, ഉത്തരം എഴുതാണ്. മിഫ്താഹുൽ ഉലൂമി മാഹുവ, എന്താണ് വിജ്ഞാനത്തിൻ്റെ താക്കോൽ? അതിൻ്റെ ഉത്തരം ഇന്നൽ ഫിക്ര മിഫ്താഹുൽ ഉലൂമി, ചിന്തയാണ് വിജ്ഞാനത്തിൻ്റെ താക്കോൽ. രണ്ടാമത്തത് ബിമ യകൂനുൽ ഇൻസാനു ഇൻസാനൻ, എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്? ഉത്തരം ബിൽ ഫിക്രി യകൂനുൽ ഇൻസാനു ഇൻസാനൻ, ചിന്ത കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുഫക്കിറു അവലൻ
അമ്മ, എന്തിനെക്കുറിച്ചാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്? നുഫക്കിറു അവ്വലൻ അൻ അംഫുസിന, നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. അടുത്തത് മാതാ യഖൂലുൽ മുൽഹിദു, എന്താണ് നിരീശ്വരവാദി പറയുക? ലാ ഖാലിഖു കുല്ല ഷൈഇൻ യതകവ്വനു ത്വബഇയ്യ, സൃഷ്ടാവില്ല, എല്ലാ വസ്തുക്കളും പ്രകൃതി ഉണ്ടാകുന്നു. അടുത്ത മനിൽ മൗസൂഫ് ബി അന്ന അർഹമുർ റഹീമീൻ, കാരുണ്യവനും പരമകാരുണ്യവനും എന്ന് വിശേഷിക്കപ്പെട്ടത് ആരെ? ഉത്തരം അല്ലാഹു. മനിൽ മൗസൂഫ് ബി അന്നഹു റഹ്മത്തുൻ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് കാരുണ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് മനിൽ അഹഖു ബി റഹ്മത്തിന, നാം കരുണ കാണിക്കാൻ ഏറ്റവും അർഹനായത് ആരെയെല്ലാം? വൽ അഖ്റബു ഇലൈന ഹുവ അഹഖു ബിർ റഹ്മത്തി വൽ ഇഹ്സാനി വൽ ആബാഇ വൽ ഉമ്മഹാത്തി വൽ അസ്വാജു വൽ ഔലാദു വൽ അഖ്രിബാഉ വൽ ജീറാനു കുല്ലുഹും അഹ്ഖാഉ ബി റഹ്മത്തി. അല്ലോ, ഉമ്മയോടും ഉപ്പയോടും പിന്നെ ഭാര്യമാരോടും കുട്ടികളോടും അയൽവാസികളോടും കുടുംബക്കാരോടും ഇവരോടൊക്കെ തന്നെയാണ്. ഉക്തുബുൽ മായന, ഇനി ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം. തഫക്കർ ചിന്തിക്കൽ, ബദീഅ് അതുല്യമായ, മുൽഹിദ് നിരീശ്വരവാദി, നിവാമുൻ സംവിധാനം, നജ്ജാർ ആശാരി, ആസാർ അടയാളങ്ങൾ, അഅ്വാഅ് അവയവങ്ങൾ, മഅസിയ തെറ്റ്, ഇൽബാസുൻ വസ്ത്രം ധരിക്കൽ, യൽഹസു നാവ് നീട്ടുക, അസ്സറ നനവുള്ള മണ്ണ്, കബിദുൻ കരൾ, ഇഹ്സാൻ നന്മ ചെയ്യുക, ഇർഷാദ് മാർഗ നിർദ്ദേശം നൽകൽ, ഹലാവത്ത് മാധുര്യം, ഹുളൂദ് സൗഭാഗ്യങ്ങൾ, ലദീദ് മധുരം, ഇഫത്ത് പരിശുദ്ധി, ഇഫത്ത് ചാരിത്ര ശുദ്ധി, അൻഖദ മോചിപ്പിച്ചു, ഇഖ്തിയാർ തെരഞ്ഞെടുത്തത്, ഇഖ്ലാസ് ആത്മാർത്ഥത. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.